ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതലും കൃഷിയുമായിട്ട് നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൃഷിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും മാറ്റി വെക്കുന്നത്. കൃഷി തന്നെയാണ് കുടുംബ പശ്ചാത്തലം മൊത്തവും കൃഷിയിലൂടെയാണ്. ഇപ്പൊ 4 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത്. ഞാനുള്ള ഹസ്ബൻഡാണ്. അതെന്ന് വെച്ചാൽ കുഞ്ഞിലെ പൂക്കുകയും കാക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ വെറും പച്ചക്കറി നീരാണ്. പച്ചക്കറികളെല്ലാം കൂടെ വാട്ടർ ടാങ്കിനകത്തിട്ട് ഒരു 11 മാസം വാട്ടർ ടാങ്ക് അതിന്റെ നീരാണ്. ഇന്നിപ്പോ ഈ പ്രോഡക്റ്റ് ആണ് കേരളത്തിലുടനീളം ഒരുപാട് കർഷകർ ചോദിച്ചു വരുന്നുണ്ട്. ഓരോ ഷോപ്പുകളിൽ 200 കുപ്പി 300 കുപ്പി അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുളകായാലും വഴുതളങ്ങ ആയാലും പയറായാലും മറ്റെന്ത് സാധനങ്ങളായാലും പൂക്കുകയും കാക്കുകയും ചെയ്യും. ഇതേപോലെ ഇത് ഞങ്ങൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ CM തന്നെയാണ് എന്റെ എല്ലാ കൃഷികൾക്കും ഞാൻ CM തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടുപോകുന്ന പച്ചക്കറിയാണ്. എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 11 മാസത്തോളം ഇതിൽ കിടന്നഴിവണം. 2023 ഇട്ട സാധനമാണ്. നമ്മൾ ഇതിപ്പോ എടുക്കാറായി കിടക്കുകയാണ്. ഇതിപ്പോ 2 ദിവസം നമ്മൾ എടുക്കും. അത് എടുത്ത് കുപ്പിയിലാക്കും. ഇത് യാതൊരു കെമിക്കലുള്ള നാച്ചുറലായിട്ട് ഞാൻ കയ്യിൽ 4 വർഷം കൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. എൻ്റെ പേര് ഷൈല താഹ. കൊല്ലം ജില്ല കടയ്ക്കൽ താമസിക്കുന്നു. 25 വർഷമായിട്ട് കൃഷി ചെയ്യുന്നു. ജൈവ രീതിയിലുള്ള കൃഷികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചിതറ കൃഷിഭവനിൽ നിന്ന് ഒരുമ കൃഷിക്കൂട്ടം കുറച്ച് വിത്ത് കിട്ടി. ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. മറ്റ് യാതൊരു കെമിക്കലോ രാസവളങ്ങളോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 25 വർഷം കൊണ്ട് കൃഷിയാണ്. എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട്. തക്കാളിക്കയുണ്ട്, അമരക്കയുണ്ട്, കുക്കുംബറുണ്ട്, ചുരക്കയുണ്ട്, വഴുതളങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, വെറൈറ്റി പച്ചമുളകുകളുണ്ട്. ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതലും കൃഷിയുമായിട്ട് നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൃഷിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും മാറ്റി വെക്കുന്നത്. കൃഷി നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങാറില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അത് നിർബന്ധമായ കാര്യം തന്നെയാണ്. എഴുന്നേറ്റ് നമ്മൾ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം കൃഷിയിലൂടെയാണ് കൂടുതലും കൃഷിക്ക് സമയം. പിന്നെ ചെടികൾ, പിന്നെ കുറച്ച് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടിയുണ്ട്. പച്ചക്കറി വിത്തിൽ നിന്നും തന്നെ ഇതിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത് വിത്ത് ഞാൻ സ്വന്തമായിട്ട് നാടൻ സാധനങ്ങളിൽ നിന്നുള്ള വിത്ത് എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കൃഷി തന്നെയാണ് കുടുംബ പശ്ചാത്തലം മൊത്തവും കൃഷിയിലൂടെയാണ്. കൃഷി ഹസ്ബൻഡിന് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആടും കോഴിയും അങ്ങനെ വെറൈറ്റി സാധനങ്ങളുടെയും എല്ലാം കാടക്കോഴി അങ്ങനെയൊക്കെ വളർത്തുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിൽ തന്നെയാണ് നമ്മൾ കൃഷിയിലൂടെ. വീട്ടിന്റെ മുകളിൽ ഇഷ്ടം പോലെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് വളർന്ന് അതിന്റെ ഒരു രൂപത്തിലായി കൃഷിയിലൂടെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു കെമിക്കൽ രാസവളങ്ങളൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നടുന്നതായ സമയത്ത് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, കരിയില ഇത്ര മാത്രമാണ് എൻ്റെ കമ്പോസ്റ്റിന്റെ അതിന്റെ മൂട്ടിൽ ഞാൻ കൊടുക്കുന്നത്. വേറെ യാതൊരു തരത്തിലുള്ള ഒരു കെമിക്കലുകളോ ഒന്നോളം ഇതുവരെയും ഉപയോഗിച്ചു. 25 വർഷം കൊണ്ട് കൃഷി ചെയ്യുകയാണ്. ഇതിന് ഞാൻ വളമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ വെള്ളീച്ച എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മളെ കൃഷികളെ നശിപ്പിക്കുന്നത്. ഇപ്പൊ 4 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത്. ഞാനുള്ള ഹസ്ബൻഡാണ്. അതെന്ന് വെച്ചാൽ കുഞ്ഞിലെ പൂക്കുകയും കാക്കുകയും ചെയ്യും. എൻ്റെ ഈ ഇതിനകത്തെല്ലാം ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അത് സ്പ്രേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂട്ടിൽ വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്ന് വെറും പച്ചക്കറി നീരാണ്. പച്ചക്കറികളെല്ലാം കൂടെ വാട്ടർ ടാങ്കിനകത്തിട്ട് ഒരു 11 മാസം വാട്ടർ ടാങ്ക് അതിന്റെ നീരാണ്. അതെന്ന് വെച്ചാൽ പൂക്കുകയും കാക്കുകയും ചെയ്യും. എത്ര വർഷം പൂക്കാൻ നിൽക്കുന്ന ചെടികളായാലും ശരി, റോസകളായാലും മറ്റെന്ത് സാധനങ്ങളായാലും പൂക്കുകയും കാര്യം. എൻ്റെ കൃഷിക്കെല്ലാം ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 മാസം ആകുമ്പോൾ തന്നെ ഇതുപോലെ പൂവായാലും കായാലും 1.5-2 മാസത്തിനകത്ത് എല്ലാ കായ്ഫലങ്ങളും ഉണ്ടാവും. CM എന്നാണ് അതിന്റെ പേര് പറയുന്നത്. അതിന്റെ ഉൽപ്പന്നം ഞാൻ അത് ഉൽപ്പാദിപ്പിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാവിധ പച്ചക്കറികൾ നല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പച്ചക്കറികൾ തന്നെയാണ്. ആ പച്ചക്കറികളെല്ലാം കൂടെ കർഷകരിൽ നിന്നും അവരെ നമ്മൾ ഇതുപോലെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വാട്ടർ ടാങ്കിനകത്തിട്ട് 1 വർഷക്കാലം വാട്ടർ ടാങ്കിനകത്ത് വെച്ചേക്കും. അതിന്റെ നീരാണ്. അതിന് എല്ലാ പച്ചക്കറികളും അതിനകത്തിടും. ചില പച്ചക്കറികൾ ഇട്ടുകൂടാത്തതുണ്ട്. ബാക്കി എല്ലാം അതിനകത്തിട്ട് അതിന്റെ നീരാണ്.
പച്ചക്കറി നീരിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു ഉൽപ്പന്നമാണ് ഇത്. ഹസ്ബൻഡാണ് പരീക്ഷിച്ചത്. ഇതുപോലെ വീട്ടിന്റെ മണ്ടയിലുള്ള കൃഷിയിലൊക്കെ വെള്ളീച്ച വന്ന് നിറഞ്ഞു നിന്നപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ കൂടെ പച്ചക്കറികളെല്ലാം കൂടെ എടുത്ത് വാട്ടർ ടാങ്കിനകത്ത് ഇട്ട് കുറേ നാൾ വാട്ടർ ടാങ്കിന് എടുത്തിട്ട് ഒരു വർഷക്കാലം കൂടെ വാട്ടർ ടാങ്കിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. വെറുതെ വാട്ടർ ടാങ്കിനകത്ത് ഇടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ അത് എടുത്തു വെച്ച് നോക്കിയിട്ട് അതിനകത്ത് വെള്ളം ചേർത്ത് ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴാണ് അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കണ്ടു തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ഒരു 3-4 വർഷത്തോളം ആയി. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. ഞങ്ങൾ ചിറ പഞ്ചായത്ത് ചിറ കൃഷിഭവനിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോയത്. ഒരുപാട് കർഷകർ ഒരു വർഷക്കാലം എല്ലാ കർഷകർക്കും ഞങ്ങൾ കൊടുത്ത് അതിന്റെ റിപ്പോർട്ടുകൾ വാങ്ങുകയും ചെയ്തു. ഇന്നിപ്പോ ഈ പ്രോഡക്റ്റ് ആണ് കേരളത്തിൽ ഉടനീളം ഒരുപാട് കർഷകർ ചോദിച്ചു വരുന്നുണ്ട്. ഓരോ ഷോപ്പുകളിലേക്കും 200 കുപ്പി 300 കുപ്പി അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ആലുവ, തിരൂര്, ഒക്ടോബർ 20-ാം തീയതി പത്തനാപുരത്ത് വ്യവസായ വകുപ്പ് തന്നെ ഒരു നോവൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പരിഗണനയിലുണ്ടായിരുന്നു. 16 അവാർഡെങ്കിലും കിട്ടിയിട്ടുണ്ട് കുറഞ്ഞത്. ഇന്നലെയും ഒരു അവാർഡ് കിട്ടി. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഹസ്ബൻഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എവിടെ കൊണ്ടുപോകുന്നതിലും ഒരു മനസ്സ് കാണിക്കുന്നതും കൂടുതൽ പ്രോത്സാഹനവും തരുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വിജയമല്ല, ഹസ്ബൻഡും മക്കളും തന്നെയാണ്. CM എന്ന് വെച്ചാൽ വേറെ ഒരു ഉദ്ദേശമായിട്ട് കൊണ്ടതല്ല. ഹസ്ബൻഡ് ആണല്ലോ ഇത് പരീക്ഷിച്ചത്. ഹസ്ബൻഡ് കടയ്ക്കൽ ചിതറായിലുള്ളതാ അതിന്റെ CM. ഞാൻ ആയൂര് മഞ്ഞപ്പാറയുള്ളതാ അതിന്റെ M ആണ് CM. 500 ml ആണ് ഇത്. 250 രൂപ വിലയാണ്. ഇതിലെ ചെറുതുണ്ട് 200 ml 120. ഇത് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിന്റെ 4 അടപ്പ് 20 ml എടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുളകായാലും വഴുതളങ്ങയായാലും പയറായാലും മറ്റെന്ത് സാധനങ്ങളായാലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതേപോലെ ഇത് ഞങ്ങൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ CM തന്നെയാണ് എൻ്റെ എല്ലാ കൃഷികൾക്കും ഞാൻ CM തന്നെയാണ് ഉപയോഗിക്കുന്നത്. മണ്ണിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചകിരിച്ചോറും ചാണകവും കൊടുക്കും. പിന്നെ CM എന്നുള്ള ആ സൊല്യൂഷൻ തന്നെയാണ് കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം അന്തർദേശീയ ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എത്ര വർഷം വേണമെങ്കിലും ഇത് പഴവി കിടക്കുന്നതോറുമാണ് ഇതിന്റെ എഫക്റ്റ് കൂടുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു കെമിക്കല ഒന്നുമില്ല. ഞങ്ങൾ നാച്ചുറലായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും വന്ന് കാണുകയും എടുക്കുകയും എല്ലാം ചെയ്താൽ ഇപ്പം കൃഷി ഓഫീസർമാരൊക്കെ തന്നെ അവിടെ തന്നെ സ്റ്റാളുകളിലൊക്കെ അവര് എല്ലാവരോടും പറയുകയും കർഷകർക്ക് പറയുകയും CDSലും കുടുംബശ്രീയിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ അവർക്ക് നല്ല പ്രോത്സാഹനമുണ്ട്. ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിന്റെ 4 അടപ്പെടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 5 വർഷമൊക്കെ കഴിക്കുന്ന റംബൂട്ടാനൊക്കെ പൂക്കാതൊക്കെ നിൽക്കുമെങ്കിൽ അതിന്റെ ചുവട്ടി കൊടുക്കണം. പിന്നെ പല കർഷകർ ഇപ്പം നമ്മുടെ ഷോപ്പ് 2 വർഷമായിട്ട് ഒരു ഷോപ്പുണ്ട്. ഷോപ്പിന്റെ പേര് CM എന്ന് തന്നെയാണ്. അപ്പോൾ ഷോപ്പിൽ വന്ന് കർഷകർ പറയുന്നുണ്ട് വാഴകൾക്ക് നല്ലതാണ്, തെങ്ങുകൾ മണ്ട അടച്ചു പോയ തെങ്ങുക്ക് പുതിയ ഇല വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ അവർ ഉപയോഗിച്ചുള്ള റിസൾട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ഞാനായിട്ട് പറയുന്നില്ല. അവർക്കുള്ള റിസൾട്ട് എത്ര വർഷം പൂക്കാൻ നിൽക്കുന്ന ഓർക്കിഡ് ആയാലും ശരി, റോസ ആയാലും ശരി, മറ്റെന്ത് ഓർക്കിഡിനൊക്കെ പൂ വരാനും വലുതാനും റോസയുടെ കമ്പി തന്നെ പരീക്ഷിച്ചാലും ഉറപ്പായിട്ടും പോരും. അത് ഞാൻ ഒരു കസ്റ്റമർ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്. അവർക്കുള്ള എന്ത് സാധനം എൻ്റെ CM ഉപയോഗിച്ച് തെളിവ് എന്നെ കാണിച്ചാൽ CM ആണ് ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള സാധനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള എന്ത് വില കൊടുപ്പുള്ള സാധനമല്ല ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഈ പൈസയും ഞാൻ അവർക്ക് തിരികെ കൊടുക്കും. ഇഷ്ടം പോലെ ശരി. ഇതൊക്കെ ആണെങ്കിൽ ഇതൊരു 1.5 മാസം ആയ മുളവാണ്. 1.5 മാസം ആയതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഈ പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ദിവസം തന്നെ നമ്മളൊരു 1000 കുപ്പിയെങ്കിലും നിറയ്ക്കും. ഒരു ദിവസം ഫുള്ളായിട്ട് 200 ബോട്ടിന്റെ ഒരു 1000 കുപ്പി തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഷോപ്പുകളിൽ നിന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. പലരും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് CM ഉണ്ടാന്നാണ് ചോദിക്കുന്നത്. മാഡം CM എവിടെ കിട്ടും? ഇത് നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടുപോകാൻ പച്ചക്കറിയാണ്. എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 11 മാസത്തോളം ഇതിൽ കിടന്നഴിവണം. ഇത് 5-10 ഇട്ട സാധനമാണ്. 5-10 2023 ഇട്ട സാധനമാണ്. നമ്മൾ ഇതിപ്പോൾ എടുക്കാറായി കിടക്കുകയാണ്. ഫ്രഷായി കിടക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസം നമ്മൾ എടുക്കും. അത് എടുത്ത് കുപ്പിയിലാക്കും. ഇത് നമ്മൾ ഇപ്പോൾ കുപ്പിയിലാക്കാറായി കിടക്കുകയാണ്. ഇനി ഓർഡർ അനുസരിച്ച് ഇതിൽ കുപ്പിയാക്കി നമ്മൾ സെയിൽ ചെയ്യണം. ഇതുപോലെ കുപ്പിയിലാക്കും അതോ അല്ല, ഇത് ഇനി ഒന്നുകൂടെ ആയിരിക്കും.
ഒന്നും കൂടെ അരിച്ചിട്ട് നമ്മൾ കുപ്പിയിലാക്കി. ഇതിന്റെ തൊത്ത് മാത്രമല്ല, നമ്മൾ പുറത്ത് ഈ പച്ചക്കറികൾ ബാലൻസ് വരുന്നതെല്ലാം കൂടെ നമ്മൾ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വീട്ടിന്റെ മണ്ടയിലിട്ട് ഉണക്കി പൊടിച്ച് അത് ചകിരിച്ചോറുമായിട്ട് ഒരു വളവും കൂടെ ആക്കുന്നുണ്ട്. ഇതേ പവർ തന്നെ അതിനും കിട്ടും. ചകിരിച്ചോറുമായിട്ട് പിന്നെ പൊടിച്ച് അതും ഒരു 6 മാസം നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് വെച്ചതിന് ശേഷമാണ് അത് പൊടിഞ്ഞു വരുമ്പോൾ ഉണക്കി പൊടിച്ച് ആണ് അതിന്റെ വളവുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് യാതൊരു കെമിക്കലുള്ള നാച്ചുറലായിട്ട് ഞാൻ കയ്യിൽ 4 വർഷം കൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇത് തന്നെയാണ് പച്ചക്കറി. ഇത് 1 വർഷക്കാലം നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 5-6 അരിപ്പ് അരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന സാധനമാണ്. നമ്മൾ ഇനി അത് കുപ്പിയിലാക്കിയാൽ മതി. കുപ്പിയിലാക്കി സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ ഒരു കെമിക്കലും ഇല്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇത്